ഞാൻ കുറച്ച് ഒരു 2 മാസം മുമ്പ് എൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു സംഭവം എൻ്റെ ജീവിതം ഒത്തിരിയേറെ ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്ക് കിട്ടി. അതിൻ്റെ സഹ്യോൻ കൂട്ടായ്മയിലുള്ള എല്ലാവരും അതിൽ പങ്കാളികളാണ്. അത് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാനായി ആഗ്രഹിക്കുക. ഒരു 2 മാസം മുമ്പ് ഞാൻ ഇവിടെ കോയമ്പത്തൂർ കാരമട എന്ന സ്ഥലത്ത് ഊട്ടി റോഡിൽ അവിടെയാണ് ഞാൻ മാനസിക രോഗികളെ ശുശ്രൂഷ ചെയ്യുന്ന സ്ഥലത്താണ് ശുശ്രൂഷ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ മെഡോണ ധ്യാന ടീമിലെ അംഗമാണ്, പിന്നെ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഞാനൊരു ദിവസം എൻ്റെ ഈ വയ്യാത്ത അമ്മമാരെ കൊണ്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോയി. അപ്പോൾ അതിൽ 2 പേര് ഭയങ്കര വയലൻ്റ് ആയപ്പോൾ ഡോക്ടർ പറഞ്ഞു, സിസ്റ്റർ ഒരു റൂം തരാം, സിസ്റ്റർ അങ്ങോട്ട് പോക്കോ, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ എല്ലാവർക്കും ഭയങ്കര ശല്യം പോലെ. ഇവർ ഭയങ്കര വയലൻ്റായി എന്നെയൊക്കെ കുറേ പിടിച്ചടിച്ചു ഹോസ്പിറ്റലിൽ വെച്ചിട്ട്. അപ്പോൾ ഡോക്ടേഴ്സൊക്കെ പിടിച്ച് മാറ്റിയിട്ടാണ്, അവർക്ക് ഇഞ്ചക്ഷൻ കൊടുത്തിട്ടാണ് അവരെ മാറ്റിയത്. ആ സമയത്ത് ഞാൻ ICUവിൻ്റെ അവിടെയുള്ള ഒരു റൂമിലാണ് എനിക്ക് സ്ഥലം കിട്ടിയത്. അപ്പോൾ ഒരു കുട്ടീനെ അടുത്തൊരു അമ്മ ഓടി വന്നപ്പോൾ ഈ അമ്മയുടെ കയ്യിൽ ചെറിയ പെൺകുട്ടിയാണ്, 10-28 വയസ്സായിട്ടുള്ള ഈ അമ്മയ്ക്ക് ഒരു 3 വയസ്സായ കുട്ടി 3-4 നില മേലെ നിന്ന് താഴേക്ക് വീണ് ഇവിടെയൊക്കെ പൊട്ടി എല്ലാ സ്ഥലത്തു നിന്നും ബ്ലഡ് വന്നുകൊണ്ടിരിക്കുക. കുട്ടിയുടെ ചെവിയിൽ നിന്നൊക്കെ ബ്ലഡ് വരാണ്, മൂക്കിൽ നിന്നൊക്കെ ബ്ലഡ് വരാണ്. കുട്ടി മരിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയിട്ടാണ് കൊണ്ടുവരുന്നത്. അപ്പം ഞാൻ അങ്ങനെ ഒത്തിരി പ്രാർത്ഥിച്ചു. എൻ്റെ കയ്യിൽ 2012 ഞാനിപ്പോൾ അട്ടപ്പാടി ഒരു മഠത്തിലേക്ക് മാറി വന്നപ്പോൾ ഞങ്ങൾ വട്ടായിലച്ചനെ കാണാൻ വേണ്ടി വന്നപ്പോൾ ഒരു മാതാവിൻ്റെ ലോക്കറ്റ് തന്നിട്ടുണ്ടായിരുന്നു. ആ ലോക്കറ്റ് എൻ്റെ കൊന്തയിൽ ഞാൻ ഇട്ടിട്ട് എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട്. എപ്പോഴും നന്നായി കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കും. അപ്പോൾ ഈ കുഞ്ഞ് കൊന്നത് എനിക്ക് മനസ്സിലായി. ഈ കുഞ്ഞ് മരിക്കാൻ പോകുന്ന ഒരവസ്ഥയിലേക്കാണ് ഈശോ കൊണ്ടുവരുന്നത് കുഞ്ഞിനെ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? അപ്പോൾ ഡോക്ടർ കണ്ടതും ചോദിച്ചു, കുട്ടി ഛർദ്ദിച്ചോന്ന് ചോദിച്ചു. അപ്പോൾ ഈ അമ്മ പറഞ്ഞു ഛർദ്ദിച്ചില്ല എന്ന് പറഞ്ഞു. ഛർദ്ദിച്ചില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞതും ഈ കുട്ടി ഛർദ്ദിക്കാൻ തുടങ്ങിയപ്പോൾ ഈ അമ്മ കുഴഞ്ഞ് വീണപ്പോൾ ഞാൻ ഓടിപ്പോയി ആ കൊച്ചിനെ പിടിച്ചപ്പോൾ കൊച്ചിൻ്റെ ചെവിയിൽ നിന്നുള്ള ചോര മൊത്തം എൻ്റെ ഡ്രസ്സിലാണ്. കുട്ടി അങ്ങനെ കുഴഞ്ഞ് കണ്ണൊക്കെ മേലെ പോയി. അവസാനത്തെ ആ നിമിഷത്തിലെത്തിയപ്പോൾ ഞാൻ ഈശോനെ പറഞ്ഞു, ഈശോയെ ഐ ലവ് യു ജീസസ്, ഈശോയെ ഐ ലവ് യു ജീസസ്, ലാസറിനെ ഉയർപ്പിച്ച ഈശോയെ ഈ കുഞ്ഞിൻ്റെ ജീവനെ നീ എടുക്കല്ലേ എന്ന് പറഞ്ഞിട്ട് ഞാൻ പരിശുദ്ധാമയെ മനസ്സിൽ കണ്ടുകൊണ്ട് എൻ്റെ കൊന്ത ഞാൻ ആ കുഞ്ഞിൻ്റെ കഴുത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഞാൻ കുറേ പ്രാർത്ഥിച്ചു ഈശോയുടെ. അപ്പം ഞങ്ങൾ ഈ മെഡോണ ടീമിന് പോകുമ്പോൾ കുറേ പേര് ചെവി കേൾക്കാത്തവർ വരാറുണ്ട്. അപ്പം ഞങ്ങളുടെ ജെയ്സി സിസ്റ്റർ അവരുടെ കാതിലേക്ക് ഇങ്ങനെ വെച്ചിട്ട് എഫാത്ത എന്ന് പറയുമ്പോൾ കുറേ പേർക്ക് ഇങ്ങനെ കേൾവി കേൾക്കുന്നത് ഞാൻ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. അതുപോലെ കാഴ്ചയില്ലാത്തവരടുത്തൊക്കെ സിസ്റ്റർ പ്രാർത്ഥിക്കുമ്പോൾ അവർക്കൊക്കെ കാഴ്ച കിട്ടുന്നത്, ഒരുപാട് രോഗങ്ങൾ ഞങ്ങളുടെ ധ്യാനത്തിൽ മാറുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ആ വിശ്വാസത്തിലൂടെ ഞാൻ പറഞ്ഞു, ഈശോയെ വട്ടായിലച്ചൻ്റെ അഭിഷേകത്തോടെ, ജെയ്സസിൻ്റെ അഭിഷേകത്തോടെ, സഹ്യോൻ ധ്യാന കൂട്ടായ്മയിലുള്ള എല്ലാ ശുശ്രൂഷകരുടെ അഭിഷേകത്തോടെ കൂടെ ഈ കുഞ്ഞിനെ ജീവനിന് കൊടുക്കണം ഈശോയെ എന്ന് പറഞ്ഞ് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചു. അതിനുശേഷം അപ്പോഴേക്കും കുട്ടീനെ അവർ ഓക്സിജനൊക്കെ കയറ്റി വേറെ ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. കുട്ടി മരിച്ചു 5 ഇച്ചിരി കഴിഞ്ഞ് കൊച്ചു മരിക്കും. പക്ഷെ ഞാൻ എൻ്റെ മഠത്തിൽ വന്നിട്ട് എൻ്റെ മുറിയിലെ ദിവ്യകാരുണ്യത്തിൻ്റെ ചെറിയൊരു ഫോട്ടോ, ആ ഫോട്ടോയിൽ അവിടെ ഈ കുർബാനയ്ക്ക് കത്തിച്ചതിനൊക്കെ ചെറിയ തിരി കഷ്ണങ്ങളുണ്ട്. ആ കഷ്ണങ്ങളൊക്കെ കത്തിച്ച് ഒരു 5-6 മണിക്കൂർ ഞാൻ ഇരുന്നിട്ട് എൻ്റെ പ്രെയറെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇരുന്ന് ബൈബിൾ വായിച്ചുകൊണ്ട്, ഈശോയെ പരിശുദ്ധ അമ്മ ഈശോയെ ജന്മം കൊടുത്തത് വചനത്തിലൂടെയാണല്ലോ ഈശോയെ, ഈ വചനത്തിൻ്റെ ശക്തിയെ കുഞ്ഞിന് ജീവൻ കൊടുക്കണമെന്ന് പറഞ്ഞ് നേരം വെളുക്കുന്നവരെ പ്രാർത്ഥിച്ചു. പ്രിയപ്പെട്ടവരെ, ഇന്നും ആ കുട്ടി ജീവിച്ചിരിക്കുന്നുണ്ട്. ഹല്ലേലൂയ. പിന്നെ ഞാനിവിടെ ധ്യാനത്തിന് വരുമ്പോൾ എൻ്റെ കോൺവെൻറ്റിലെ സിസ്റ്റേഴ്സൊക്കെ ധ്യാനത്തിന് പോകണ്ടെന്നാണ് പറഞ്ഞത്. കാരണം എനിക്ക് തിങ്കളാഴ്ച MSW എക്സാം ഉണ്ട്, തിങ്കളാഴ്ച പബ്ലിക് എക്സാമാണ്, സെക്കൻഡ് ഇയറിൻ്റെ എക്സാമാണ്. അപ്പോൾ ഞാൻ ഈശോയോട് ചോദിച്ചു, ഞാൻ പഠിക്കാനൊന്നും സമയം കിട്ടില്ല. അപ്പോൾ ഞാൻ രാവിലെ എഴുന്നേറ്റ് ബൈബിൾ വായിക്കും, ഒരുപാട് സമയം ദിവസം എങ്ങനെയാണ് നേരത്തെ എൻ്റെ 1 മണിക്കൂർ രാവിലെ വായിക്കും. വൈകുന്നേരം കിടക്കാൻ പോകുന്നേക്കാൾ മുമ്പ് ഒരു 2-3 മണിക്കൂറൊക്കെ ബൈബിൾ വായിച്ചിട്ടേ ഞാൻ കിടക്കാറുള്ളൂ. ഞാൻ ഈശോയോട് പറഞ്ഞു, ഞാൻ ഫസ്റ്റ് വായിക്കുന്ന ബുക്ക് ബൈബിളല്ലേ, ഞാൻ അവസാനം വായിക്കുന്ന ബുക്ക് ബൈബിളല്ലേ, എന്നെ പഠിപ്പിക്കുന്നത് ഈശോയല്ലേ. അപ്പം മാഷേ ഞാൻ ധ്യാനത്തിന് പോകണോ? അപ്പോൾ ഈശോ എന്നോട് പറഞ്ഞു, വിൻസി നീ ധ്യാനത്തിന് പൊക്കോളാൻ. പ്രിയപ്പെട്ടവരെ, ഈശോ എന്നെ അനുഗ്രഹിക്കുന്ന വിശ്വാസത്തോടു കൂടിയാണ് ഞാൻ ധ്യാനത്തിന് വന്നത്. ഇവിടെ വന്ന് കയറിയപ്പോൾ എനിക്ക് ഭയങ്കര സുഗന്ധാഭിഷേകം കിട്ടി. ഞാൻ വന്ന നിമിഷം എനിക്ക് പനിയുണ്ടായിരുന്നു. പനിയായിട്ട് ഞാൻ പലപ്പോഴും ഇരിക്കുകയായിരുന്നു ഇവിടെ. പക്ഷേ എനിക്ക് ഓരോ പ്രാവശ്യം ബ്രദർ ഇവിടെ നിന്ന് പ്രസംഗിക്കുന്ന സമയത്തൊക്കെ ഒരു ഭയങ്കരമായൊരു സുഗന്ധാഭിഷേകം എനിക്ക് ഫീൽ ചെയ്തുകൊണ്ടിരുന്നു. പിന്നെ ഇന്ന് രാവിലെ ജ്ഞാനത്തിൻ്റെ കാര്യങ്ങൾ ഞാൻ 4 മണിക്ക്
എഴുന്നേറ്റ് പ്രാർത്ഥിക്കാനൊക്കെ ആഗ്രഹിച്ചു. പക്ഷേ ഈശോ ഇന്ന് എന്നെ വിളിച്ച് എഴുന്നേൽപ്പിച്ച് ഞാൻ അവിടെ ഇരുന്ന് കുറേ നേരം പ്രാർത്ഥിച്ചു. ഇന്ന് രാവിലെ ജ്ഞാനം കിട്ടാൻ വേണ്ടിയുള്ള പ്രാർത്ഥനയുടെ സമയത്ത് ഞാൻ കാണുന്നത് എന്താണെന്നറിയോ? ഞാൻ അന്ന് ആ കൊന്ത കൊടുത്താലും എൻ്റെ മനസ്സിൽ ഈശോയെ ആ ലോക്കറ്റ് നഷ്ടപ്പെട്ടല്ലോ, ആ കൊന്ത നഷ്ടപ്പെട്ടല്ലോ എന്നൊരു ചിന്ത, ചെറിയൊരു ചിന്ത സ്വാർത്ഥതയുടെ പേരിൽ എനിക്കുണ്ടായി. പക്ഷെ ഞാൻ ഇന്ന് ആ പ്രാർത്ഥനയുടെ സമയത്ത് കണ്ടത് ഈശോ ഒരു പളുങ്ക് പാത്രം കൊണ്ട് നമ്മുടെ അടുത്തേക്ക് വരുന്നത് ഈശോ ഞാൻ കണ്ടത് എങ്ങനെയാണെന്നറിയോ? നമ്മളെല്ലാവരും കുർബാന സ്വീകരണത്തിന് നമ്മൾ വെള്ള വസ്ത്രങ്ങൾ ധരിച്ച് കുർബാന സ്വീകരണത്തിന് നമ്മൾ ഒത്തിരി അങ്ങനെ പ്രാർത്ഥിച്ചൊരുങ്ങി നിൽക്കില്ലേ? അങ്ങനത്തെ അവസ്ഥയിൽ എല്ലാവരും നിൽക്കുകയാണ്. ആ സമയത്ത് പിതാവായ ദൈവം, പുത്രനായ ഈശോ, പരിശുദ്ധാത്മാവ് നമ്മുടെ അടുത്തേക്ക് സ്വർഗ്ഗം മുഴുവൻ നമ്മുടെ അടുത്തേക്ക് വന്നിട്ട് ഈ പളുങ്ക് പാത്രം കൊണ്ട് ഓരോരുത്തരുടെയും അടുത്തേക്ക് വന്ന് കടന്നു വരുന്ന നമ്മൾ അനുഗ്രഹിക്കുന്നതായിട്ട് ഈശോ എനിക്ക് കാണിച്ചു തന്നു. ഹല്ലേലൂയ.